അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊളത്തൂരാണ്. കൊളത്തൂർ ഒരു മൊബൈൽ ഷോപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. ഈ മൊബൈൽ ഷോപ്പിൻ്റെ പേര് സ്മാർട്ട് മൊബൈൽസ് എന്നാണ്. അപ്പോൾ ഇതിൽ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് യൂസ്ഡ് മൊബൈൽസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, യൂസ്ഡ് മൊബൈൽസ് ഒരുപാടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഡ് മൊബൈൽസ് വാങ്ങാൻ പറ്റും. അതുപോലെ വീട്ടിലേക്ക് വരെ കൊണ്ടുവന്ന് തരും. ഡെലിവറി ഫ്രീ ആണ്. ഫോൺ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്തുണ്ടാവും, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കടയിൽ ഏറ്റവും വില കമ്മിയുള്ള ഒരു മൊബൈൽ ഫോണാണ് സാംസങ്ങിൻ്റെ. പഴയ മൊബൈലാണ്. അപ്പോൾ അതിന് എത്ര പറഞ്ഞത്? അത് 2400 റുപ്യാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊബൈൽ. ബോക്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവുമോ? ഇല്ലല്ലോ. ബോക്സ്, ചാർജർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മൊബൈൽ ഫോൺ മാത്രം ഉണ്ടാവും. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ഒരു കാണിച്ചു തരുന്നത് ഒരു വിവോൻ്റെ മൊബൈൽ ഫോണാണ്. Y55 അല്ലേ. 2GB റാം, 16GB ഇൻ്റൽ മെമ്മറി. ഇതിൻ്റെ റേറ്റ് തന്നെ 4100. ഇതാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത് ഇതിൽ ഒരുപാട് മൊബൈൽ ഫോൺ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഒരു മൊബൈൽ തന്നു ചെയ്താൽ പോക്കോൻ്റെ മൊബൈൽ ഫോണാണ്. പോക്കോൻ്റെ ഏതാണ്? പോക്കോ M2 Pro ആണുള്ളത്. 4GB റാം, 64 ഇൻ്റൽ മെമ്മറി ഉള്ള മൊബൈൽ ഫോണാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോണാണ് കേട്ടോ. അത് ക്യാമറ ക്വാളിറ്റി, ഗെയിം എല്ലാം കളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് 9800 ഇവർ പറഞ്ഞത്. ഇതിന് ബോക്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടാകത്തില്ല, ചാർജറൊന്നും ഉണ്ടാവില്ല. മൊബൈൽ ഫോൺ ഉണ്ടാവും. മൊബൈൽ ഫോൺ മാത്രമുള്ള പ്രൈസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് Y72 5G ആണ്. 8GB റാം, 128GB മെമ്മറി. അപ്പോൾ വിവോൻ്റെ മൊബൈൽ ഫോണാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മൊബൈൽ ഫോൺ. യാതൊരു സ്ക്രാച്ച് ഒന്നും കാണുന്നില്ല. 5G ആണ്. 8GB റാം ഉണ്ട്, 128GB ഇൻ്റൽ മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞത് 12500 ഓല് പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ചാനലത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വില കുറച്ച് തരും. അപ്പോൾ ഓക്കെ. വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് അവർ കാണിച്ചു തരുന്നത് റെഡ്മി നോട്ട് 10 Pro ആണ്. 8GB റാം, 128GB ഇൻ്റൽ മെമ്മറി. അതുപോലെ അതിൻ്റെ റേറ്റ് തന്നെ 13500 രൂപയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോണാണ്. 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ബോക്സ് കാര്യങ്ങളൊന്നുമില്ല, ചാർജറൊന്നുമില്ല, ഓൺലി മൊബൈൽ ഫോൺ മാത്രം. ഓക്കെ. അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് റെഡ്മി ഉണ്ട്. റെഡ്മീൻ്റെ റേറ്റ് റെഡ്മി നോട്ട് 10 ആണ്. പ്രൈമാണ്. 4GB റാം, 64 ഇൻ്റൽ മെമ്മറി. അതുപോലെ 9900 റുപ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ റെഡ്മിൻ്റെ വേറൊരു മൊബൈൽ ഫോണാണ് റെഡ്മി നോട്ട് 10 ആണ്. റെഡ്മി നോട്ട് 10. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 11800 രൂപയാണ്. 64GB 128GB 6GB റാം, 60GB റാമാണ് കേട്ടോ. 6GB റാമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. ക്യാമറ റെഡ്മി നോട്ട് 10 ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ മൊബൈൽ ഫോണാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറയണത്. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് മുകളിലൊരു സ്പീക്കറുണ്ട്, താഴെ ഉണ്ടാവും സ്പീക്കർ. അതുപോലെ റിമോട്ട് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മൊബൈൽ ഫോണാണ് ഈ റെഡ്മി നോട്ട് 10. അപ്പോൾ പ്രൈസ് കാണിച്ചു തന്നെ 11800 രൂപയാണ്. അതേ സെയിം മൊബൈൽ ഫോണാണ് ഇത്. 4GB റാം, 164GB. 4GB റാം, 64GB ഇൻ്റൽ മെമ്മറിയൊക്കെ ഉള്ള ഒരു ഫോണാണ് റെഡ്മി നോട്ട് 10. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10800 ആണ് വരുന്നത്. 11800 ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോണാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊന്നും ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഉള്ള ഈ ഫോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയൽമിൻ്റെ അടുത്ത ഫോണാണ് റിയൽമി 8 5G ആണ്. 5G മൊബൈൽ ഫോണാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 13500 രൂപയാണ്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത. അതിന് ഇൻ്റൽ മെമ്മറി എത്രയാണ്? 128.
ഇൻ്റൽ മെമ്മറി വരുന്നത് അത് എത്ര 8 GB റാം വരുന്നുണ്ട്. 8 GB റാം 128 GB ഇൻ്റൽ മെമ്മറി വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൊബൈൽ ഫോണാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വൃത്തിയുള്ളൊരു മൊബൈൽ ഫോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്ത മൊബൈൽ റിയൽമി 8 6 GB റാം 128 GB ഇൻ്റൽ മെമ്മറി ഒക്കെ ഉള്ളൊരു മൊബൈൽ ഫോണാണിത്. അപ്പോൾ അത് നോക്കി നോക്കാം നമുക്ക്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ ഫോണാണ്. നമുക്ക് വീഡിയോ നല്ല രീതിക്ക് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോൺ. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചാർജർ ഉണ്ടാവത്തില്ല. ഓൺലി മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എത്ര പറഞ്ഞത് 11,800 രൂപയാണ് ഇവർ പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് തരും. ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം കുറച്ച് തരുന്നവരായിരിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു കടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടാവും. വിളിച്ച് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അഷൂസിൻ്റെ മൊബൈൽ ഫോണാണ് ഇത്. പ്രൈസ് വരുന്നത് 5,500. പിന്നെ അഷൂസ് പ്രോ 4GB മാക്സ് ആണ്. 4GB റാം ഇൻ്റൽ മെമ്മറി 64 GB ആണ്. 64 ആണ് വരുന്നത്. അപ്പോൾ ഫോൺ ഇതാണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത മൊബൈൽ ഫോണാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 5,500. അപ്പോൾ അടുത്തത് നമുക്ക് കാണുന്നത് റിയൽമിൻ്റെ ഒരു പഴയ മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6,100 ആണ്. ഇത് റെഡ്മി 9A എന്നുണ്ടല്ലേ? A. അതുപോലെ ഇതിൻ്റെ റാം എത്ര 2GB 2GB റാം ഇൻ്റൽ മെമ്മറി 32 GB ഇൻ്റൽ മെമ്മറി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്തൊരു മൊബൈൽ ഫോണാണ്. വൃത്തിയുള്ള മൊബൈൽ ഫോണാണ്. ഇത് കണ്ടാലറിയാം. അപ്പോൾ ഓക്കെ. പ്രൈസ് തന്നെ 6,100. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് തരും ഈ കടക്കാർ. പിന്നെ പിന്നെ വരുന്നത് റെഡ്മി 6 പ്രോ ആണ് വരുന്നത്. 4GB റാം 64 ഇൻ്റൽ മെമ്മറി വരുന്നത്. പ്രൈസ് വരുന്നത് 6,000 രൂപയാണ്. നോക്കി കാണാം. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ എൻ്റെ ചാർജർ കുത്തുന്നിടത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിലുള്ള മൊബൈൽ ഫോണാണിത്. അപ്പോൾ റെഡ്മിൻ്റെ അടുത്ത മൊബൈൽ ഫോണാണ് റെഡ്മി 8 ആണ്. 4GB റാം 64 GB ഇൻ്റൽ മെമ്മറി. പ്രൈസ് വരുന്നത് 6,000 രൂപയാണ് കേട്ടോ. ഇതിന് 6,000 രൂപ. അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ കാണാൻ നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് കാണാം. പിന്നെ ബാക്ക് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരു മൊബൈൽ ഫോണാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ 1 മാസത്തെ വാറൻറ്റി ഈ ഒരു കടക്കാർ തരുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ കടയിലോട്ട് വരാവുന്നതാണ് പറഞ്ഞത്. അവർ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6,000 രൂപ. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏതാ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ റെഡ്മി 8A ആണ്. ഡുവൽ എന്നാണ് പേരുണ്ട്. 2GB റാം 32 GB ഇൻ്റൽ മെമ്മറി 5,900 രൂപയാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ഡിസ്പ്ലേ വരുന്നത് ഇങ്ങനെയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ബോഡിയൊക്കെ വരുന്ന നല്ല നീറ്റ് പീസാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾ കണ്ടില്ല 5,900 രൂപ. അപ്പോൾ അടുത്ത് വരുന്ന പോക്കോൻ്റെ മൊബൈലാണ്. പോക്കോ M2 64 GB റാം അതുപോലെ 64 GB ഇൻ്റൽ മെമ്മറി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,500 രൂപയാണ്. പോക്കോ ആണ്. പോക്കോ റെഡ് കളറാണ്. അപ്പോൾ ഇതിൽ ചാർജ് ഇല്ല, അതുകൊണ്ടാണ് കാണിച്ചു തരാത്. ബാക്ക് അതുപോലെ എല്ലാം കുഴപ്പമില്ലാത്ത ഇതുണ്ട്. പ്രൈസ് തന്നെ 8,500. ബോക്സ് ഫീസായിട്ട് യൂസ്ഡ് മൊബൈൽ ഫോണാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ റെഡ്മി നോട്ട് 10S ആണ് ഈ മൊബൈൽ ഫോണ്. അപ്പോൾ ഇത് വരുന്നത് പ്രൈസ് വരുന്നത് എത്ര വരുന്നത് നോക്കട്ടെ. പ്രൈസ് 11,500 രൂപയാണ് വരുന്നത്. ഇത് ഏതാ മൊബൈൽ എന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 10S 6GB റാം ഇൻ്റൽ മെമ്മറി 64 ഇൻ്റൽ മെമ്മറി വരുന്നത് 64 GB ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോണാണ്. ബോക്സിൽ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ ബോക്സിൽ ചാർജർ ഉണ്ടാവും, അതുപോലെ
ചാർജറിൻ്റെ അഡാപ്റ്റർ ഉണ്ടാവും. ഇത്ര ഉണ്ടാവുള്ളൂ. ഹെഡ്ഫോണ് പ്രതീക്ഷിക്കേണ്ട ഹെഡ്ഫോൺ ഉണ്ടാകത്തില്ല. പിന്നെ അടുത്തത് വരുന്നത് റെഡ്മിൻ്റെ മൊബൈൽ ഫോൺ തന്നെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോണാണ്. നീറ്റ് പീസ്, നല്ല വൃത്തിയുണ്ട്, കണ്ടാലറിയാം. റെഡ്മിൻ്റെ ഏതാണ് ഇത്? റെഡ്മിൻ്റെ മൊബൈൽ ഫോണ് റെഡ്മി 9 Pro ആണ് വരുന്നത്. 4GB റാം, 64 ഇൻ്റൽ മെമ്മറി വരുന്നുണ്ട്. അപ്പോൾ മറ്റേ ചാർജറിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കാണാം, വയറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ യൂസർ മാനുവൽ യൂസ്ഡ് മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുത്തത് റെഡ്മിൻ്റെ മൊബൈൽ തന്നെ. റെഡ്മിൻ്റെ Note 7 ആണ്. 3GB റാം, 32 ഇൻ്റൽ മെമ്മറി ഉണ്ട് വരുന്നത്. 32GB ഇൻ്റൽ മെമ്മറി വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൈസ് വരുന്നത് 1500. 1500 മൊബൈൽ ഫോണിൻ്റെ ക്വാളിറ്റി നോക്കാം. ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ ഫോണാണ്. സീരിയസ് സ്പീക്കറാണ്. ഇതിന് 2 സ്പീക്കർ ഉണ്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ എന്താണ് വരുന്നത് നോക്കിയാൽ, ബോക്സ് നിങ്ങൾക്ക് കാണാൻ വയർ മാത്രമേ ഉള്ളൂ. ചാർജർ കാണുന്നില്ല, അഡാപ്റ്റർ കാണുന്നില്ല. അതേ മൊബൈൽ ഫോൺ തന്നെയാണ്. അതുപോലെ റിയൽമിൻ്റെ മൊബൈൽ ഫോണാണ്. റിയൽമി ഏതാണെന്ന് വെച്ചാൽ റിയൽമി 9 പവർ, 4GB റാം, 64 ഇൻ്റൽ മെമ്മറി. അതായത് പ്രൈസ് വരുന്നത് 9600 ഫോൺ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഫോൺ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത മൊബൈൽ തന്നെയാണ് കാണുന്നത്. ഈ സൈഡിൽ ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട്. അതുപോലെ ഫിംഗർ പ്രിൻ്റ് സാധാരണ പഴയ മൊബൈൽ ഫോണൊക്കെ ഇവിടെ ആയിരുന്നു. ഇത് ഈ ഒരു പവർ ബട്ടൺ വേണ്ടിട്ടോ ഫിംഗർ പ്രിൻ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു മൊബൈൽ ഫോണാണ്. നല്ല വൃത്തിയുള്ള മൊബൈലാണ്.